welcome back to my channel. This is Veena Raj. ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ജൂലൈ 3 അവരുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 3 ആണ്. അങ്ങനെ ഓഗസ്റ്റ് 3 എത്തി. ഞാനപ്പോൾ വളരെ പ്ലാനിങ്ങിലാണ് എന്താണ് വാവയ്ക്ക് ഡ്രസ്സ് ചെയ്യണമെന്ന്. അപ്പോൾ പ്ലാനിങ് ഇൻ ദ സെൻസ് ഒത്തിരി പ്ലാനിങ് ഉണ്ട്. നമ്മുടെ റിസോർട്ടിലാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റിസോർട്ട് നോക്കണ്ട്, അങ്ങനെ ഒത്തിരി റിസോർട്ട് നോക്കണം. കേക്ക് പക്ഷേ എന്തായാലും ഡ്രസ്സ് ചെയ്യുമ്പോൾ ഡ്രസ്സിന് മാച്ച് ആയ രീതിയിലായിരിക്കുമല്ലോ കേക്ക്. അപ്പൊ അങ്ങനെ ഈ ഡ്രസ്സിൽ നിന്നാണ് ഞാൻ ബാക്കിലേക്ക് എല്ലാം പോകേണ്ടത്. അപ്പൊ ഡ്രസ്സിന്റെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒത്തിരി വരുന്നുണ്ട്. മനീഷ് മൽഹോത്ര വരുന്നുണ്ട്, സജി വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്റെ ബേബിക്ക് 1 year ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് താജ്മഹൽ ഒന്നും പണിയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അത് തന്നെയല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സേ പറ്റുള്ളൂ. അപ്പൊ എഗെയിൻ നമ്മൾ നെറ്റ് തന്നെ ചൂസ് ചെയ്യണം. നെറ്റ് അല്ലെങ്കിൽ ഓർഗാൻസ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ ഡിസൈൻസ് ഞാൻ ചെയ്തു. ഓരോന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം ഞാൻ വിചാരിച്ചു നെറ്റിന്റെ ഗൗൺ ചെയ്യുന്നത്. അപ്പൊ കേക്ക് കട്ടിങ്ങിന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നെറ്റിന്റെ ഒരു ഓംബ്രെ ഗൗൺ ആണ്. പിന്നെ കേക്ക് സ്മാഷ് ഉണ്ട്. കേക്ക് സ്മാഷിന് ഞാൻ സാറ്റിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ബർത്ത്ഡേ ഗൗൺ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സിമ്പിൾ എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി എനിക്ക് ശരിക്കും ഒരു 2-3 days എടുത്തു. 2-3 days എടുക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനിഷിങ് നന്നായിട്ട് തോന്നണം. ഈ ബേബിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഫിനിഷിങ് നന്നായിട്ട് തോന്നണം. ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക്, ഞാൻ മുകളിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് വർക്കിന്റെ ഫാബ്രിക്കാണ്. അപ്പൊ അതുകൊണ്ടത് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല ഇടാൻ വേണ്ടി. എന്നാലും നമ്മൾ അകത്തെ സീമൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ചെയ്യും. പിന്നെ ബേബിനെ ഇടിപ്പിച്ച് നോക്കും, ട്രൈ ചെയ്ത് നോക്കും. ബേബിനെ ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ലൈക്ക് ആം ഹോളിനോ അല്ലെങ്കിൽ നെക്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അതൊക്കെ നോക്കി ഓരോ സ്റ്റെപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഗൗൺ കംപ്ലീറ്റ് ചെയ്യാൻ 2-3 days എടുത്തു. നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതേസമയം നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു അതിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് പിന്നെ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചേക്കാം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ അതിന് നല്ല ടൈം എടുക്കുന്നത്, ഓരോന്ന് ചെയ്യും, വീഡിയോ ചെയ്യും, പിന്നെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ നല്ല ടൈമിങ്ങിനാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. പക്ഷെ കേക്ക് സ്മാഷിന്റെ അത്ര ടൈം എടുത്തില്ല. അത് ഞാൻ കുറച്ചൊരു കൈൻഡ് ഓഫ് സിമ്പിൾ ആണ് ചൂസ് ചെയ്തത്. പക്ഷെ ബർത്ത്ഡേ ഗൗൺ കുറച്ച് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെല്ലാം കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ടൈം എടുത്തു എന്ന് പറയുന്നുള്ള കാര്യം. പിന്നെ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ കേക്ക് ഞാൻ കുറെ റെഫറൻസ് ഒക്കെ നോക്കിയായിരുന്നു. എനിക്ക് കുറെ നാൾ മുമ്പ് ഇപ്പൊ എല്ലാവർക്കും ബേബീസിനുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ബേബീസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒത്തിരി നാൾ മുമ്പുള്ള പ്ലാനിങ് ആയിരിക്കും. അപ്പൊ എന്റെ പ്ലാനിങ് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും കേക്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഒത്തിരി പ്ലാനിങ് നേരത്തെയോട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഒക്കെ മാറി. അതൊന്നുമല്ല ഞാൻ എടുത്തത്. അപ്പം എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ആ കേക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ കേക്കിന്റെ കളേഴ്സ് എനിക്ക് ഗൗൺ അനുസരിച്ച് ചൂസ് ചെയ്യണം. അപ്പൊ ഗൗൺ ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നപ്പം ബർത്ത്ഡേ 2-3 ദിവസം മുമ്പ് അത്രയായി. പിന്നെ അത് ഇനി പെട്ടെന്ന് തന്നെ കേക്കിന്റെ അവരോട് ആ കളേഴ്സ് പറഞ്ഞു. പക്ഷെ അത് നല്ല സൂപ്പർ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതി തന്നെ എനിക്ക് കേക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്റെ ഡ്രസ്സിനെ കുറിച്ച്. ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ്. എന്ന് പറയുകയാണെങ്കിൽ ബേബി ഡെലിവറി ആയതിന് 3 days മുമ്പ് ഇട്ട ഡ്രസ്സാണ്. ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കും ഇത് ഫേവറേറ്റ്. ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് അന്നാണ് ഇടുന്നത്. അത് കഴിഞ്ഞാൽ ഇതുവരെ ഡ്രസ്സ് ഇട്ടിട്ടില്ല. പിന്നെ ഇടുന്ന ഞാൻ ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അങ്ങനത്തെ ഒരു റീക്രിയേഷൻ പോലെ എനിക്ക് ഫോട്ടോസ് എടുക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്രയും നാളത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതാണ് എന്റെ ഈ ഡ്രസ്സിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ എന്തായാലും ഞാൻ അധികം കത്തിയടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെ ഗൗണിന്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 ഗൗണിന്റെ കാണിച്ചു തരാം. ഇത് കേക്ക് സ്മാഷ് ഇടാനായിട്ടുള്ള ഗൗണാണ്. ഞാൻ ഫിറ്റ് ആൻഡ് ഫ്ലെയർ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ യോക്കിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത ഫാബ്രിക് വൈറ്റ് ബ്രൈഡൽ ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോസ് സൈഡ് കുറച്ച് റഫ് ആയിരിക്കും. അപ്പം ഞാൻ ഫസ്റ്റ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്ത സാറ്റിനും സെക്കൻഡ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്ത ബട്ടർ ക്രേപ്പുമാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. ബാക്ക് ഓപ്പണും ആയിരിക്കും. ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഷേപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് 2 ഭാഗത്തും ഈവൻ ആയിരിക്കില്ല.
ഞാൻ ഇതിൻ്റെ നെക്കിൽ മാത്രമായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആ ഫാബ്രിക്കിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മിഷൻ വെച്ച് തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു റോ എഡ്ജസ് കാണുമ്പോൾ നെക്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് സ്ലീവ്ലെസ് ഗൗൺ ആയതുകൊണ്ട് ആം ഹോൾ ഞാൻ ഫിനിഷ് ചെയ്യുന്ന പ്ലെയിൻ വൈറ്റ് നെറ്റ് വെച്ചിട്ടാണ്. സോ എഗെയിൻ അതിൻ്റെ റോ എഡ്ജസ് ഒന്നും ആം ഹോളിൽ പോക്കിയില്ല. ബർത്ത്ഡേ ഗൗണാണ്. ഇതിനായിട്ട് ഞാൻ ചൂസ് ചെയ്ത ഫാബ്രിക് കോട്ടൺ ത്രെഡ് വർക്ക് ഫാബ്രിക്കാണ്. നെറ്റിൽ ത്രെഡ് വർക്ക് വരുന്നതാണ്. ഇതിൻ്റെ റോ സൈഡ് നല്ല സ്മൂത്താണ്. ഇതിൽ വൈറ്റ് സ്റ്റോൺസ് ആൻഡ് പേൾ വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ് ഞാൻ ചെയ്യുന്നത്. യോക്ക് കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്. എംബ്രോയ്ഡറി ചെയ്യുമ്പം ഓരോ സ്റ്റോൺസും നന്നായിട്ട് സെക്യൂർ ചെയ്യണം. കാരണം ബേബി ഇടുമ്പോൾ ബേബി ഒരിക്കലും നമ്മളെപ്പോലെ നന്നായിട്ട് ഡ്രസ്സ് ക്യാരി ചെയ്യില്ല. അപ്പോൾ അവരുടെ കൈ എടുക്കുന്ന സമയത്തൊന്നും കയ്യിൽ കൊള്ളാൻ പാടില്ല. അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. അപ്പോഴൊന്നും ഡ്രസ്സിൽ നിന്ന് എംബ്രോയ്ഡറി ഊരി പോകാൻ പാടില്ല. സോ അതുകൊണ്ട് ഓരോരോ സ്റ്റിച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യണം. ഞാൻ ഈ ഗൗൺ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബട്ടർ ക്രീപ്പാണ്. ഇതിൻ്റെ സ്ലീവ് നെറ്റ് വെച്ചിട്ട് സ്ലീവാണ് വിത്ത് ഫ്രിൽസ്. ഇതിൽ താഴത്തേക്കായിട്ട് കൊടുക്കുന്ന ഫ്ലെയർ നെറ്റിൻ്റെ ഫ്രിൽസ് ആണ്. നെറ്റ് ഓരോന്നും അംബ്രലയിൽ കട്ട് ചെയ്തിട്ട് അതിലെ ഗ്യാദേഴ്സ് ഇട്ടിട്ടാണ് ഓരോ ഫ്രിൽസും ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ 2 ഡ്രസ്സും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അല്ലെ ഗിഗി? ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഡ്രസ്സാണത്. ഇടിപ്പിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. ഗിഗി നല്ല കുട്ടിയായിട്ട് നിന്നൊക്കെ തന്നു. കുറെ ഫോട്ടോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. നല്ല വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വെയിലുണ്ടായിരുന്നു. അതല്ലാണ്ട് ഗിഗിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഗിഗി പറയുന്ന പോലെയൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്റെ വാവയ്ക്ക് ബർത്ത്ഡേ വിഷസ് അയച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ വാവനെ കാണിച്ചു. ഐ മീൻ സ്റ്റോറീസ് എല്ലാം ഞാൻ വാവനെ കാണിച്ചായിരുന്നു. വാവയ്ക്ക് സന്തോഷമായി. ഒത്തിരി പേര് വിളിച്ചു, വ്ലോഗ്സ് വേണ്ട ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു ഓരോ കാര്യങ്ങള്. വാവയ്ക്ക് ഒത്തിരി സന്തോഷമായി അല്ലേ മാമ? വാവ എന്തെങ്കിലും പറ അവരോട്, താങ്ക് യു പറ. എന്റെ വ്ലോഗ് തന്നെ താങ്ക് യു എന്ന് പറ. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ല. അപ്പൊ ഇത് ഇട്ടതിന്റെ ഇതിലാണ് ഗിഗി ഇത് എന്താ സംഭവം എന്ന് ഓർത്തിട്ട് എന്റെ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക്സ് എന്ന് പറ. ഗിഗി ഇപ്പൊ അത് പറയാനുള്ള മൂഡിലല്ല. എനിവേസ്, അപ്പോ അങ്ങനെയാണ് എന്റെ ബർത്ത്ഡേസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ എല്ലാരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ ബൈ. ബൈ പറ ഗിഗി, പറ ബൈ പറ. ബൈ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയാൻ. അമ്മേ പോയി